നമസ്കാരം. വ്ളാദിമിർ പുടിൻ നിങ്ങളെ നശിപ്പിക്കും. ലോകമെമ്പാടും വലിയ തലക്കെട്ടുകൾ സൃഷ്ടിച്ച ട്രംപിന്റെ വാക്കുകളാണിത്. റഷ്യയുമായി പോരാടുന്നതിന് മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും സാമ്പത്തിക സഹായവും തേടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അടുത്തിടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത് റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അതായത് പുടിൻ ആവശ്യപ്പെട്ട ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. ഈ യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ടു പോയാൽ അത് യുക്രൈന്റെ നാശത്തിലേക്കുള്ള പോക്കായിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സെലൻസ്കിയോട് ട്രംപ് തുറന്നു പറഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. റിപ്പോർട്ടർമാർക്ക് മുന്നിൽ മാന്യമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. എങ്കിലും അതിനുശേഷം വാതിലടച്ച് ട്രംപ് തീർത്തും വ്യത്യസ്തമായി പെരുമാറി. അടച്ചിട്ട മുറിക്കുള്ളിൽ ട്രംപ് അലറി സംസാരിക്കുകയും ഡൊണസ്ക് പ്രദേശം ഉൾപ്പെടെയുള്ളവ റഷ്യക്ക് വിട്ടുകൊടുക്കാൻ സെലൻസ്കിയെ നിർബന്ധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കീവിന് ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്നും റഷ്യ ക്രമേണ യുക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നുമാണ് ട്രംപ് കരുതുന്നത്. അതുകൊണ്ട് സമയം കളയാതെ ഒരു ഒത്തുതീർപ്പ് ഡീൽ അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. യുക്രൈനെ പിന്തുണയ്ക്കുന്നത് US വിദേശ നയത്തിന് വലിയ ദോഷം വരുത്തുന്നതിനാലാണ് ട്രംപിന് അതൃപ്തി. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ US വ്യാപാര ബന്ധത്തിലും ഈ യുദ്ധം പ്രശ്നങ്ങളുണ്ടാക്കുന്നു. മറുവശത്ത് ടോമോഹോക്ക് മിസൈലുകൾ പോലുള്ള കൂടുതൽ നൂതന പ്രതിരോധ ഉപകരണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ റഷ്യയെ തുരത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം സെലൻസ്കിക്കുണ്ട്. റഷ്യയുമായി നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഒരു ആണവരാഷ്ട്രത്തിനെതിരെ US നേരിട്ട് ഇടപെടുന്നത് US സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് ട്രംപ് ഭയക്കുന്നു. അടുത്തിടെ ട്രംപിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച ഒരു ഇന്ത്യൻ വംശജയായ ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകയോട് ട്രംപ് ദേഷ്യപ്പെടുകയും നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത സംഭവവും വലിയ വാർത്തയായിരുന്നു. ഈ വിഷയം തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം എത്രത്തോളം ട്രംപിനെ അസ്വസ്ഥനാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ച് ഒരു ഒത്തുതീർപ്പ് ഡീൽ നടന്നില്ലെങ്കിൽ അത് ലോകത്തിന് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം.